ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാജിദ ഹുസൈനെ കുറിച്ചിട്ട് പറയാനല്ലേ ഇനിയാണ് കേട്ടോ. അപ്പോൾ അവളെ കുറിച്ചിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മക്കളെ വെച്ചിട്ട് അവൾ കുറേ കാര്യങ്ങളും ഇതൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കമൻറ്റിലും നമുക്കൊരു തോന്നിപ്പോകും കേട്ടോ. അതങ്ങനെ തന്നെയാണ്, അവരെ വെച്ചിട്ട് അവൾ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചാണെന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇത്രത്തോളം തരം താഴ്ന്നൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവൾ ഉമ്മനെ കുറിച്ചിട്ട് പറഞ്ഞ തന്നെയാണ്. അവൾ ഡാൻസ് വീഡിയോയിലിട്ടതും പിന്നെ അവരെ ചീത്ത പറയുന്നതും എന്തെല്ലോ അനാവശ്യം പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്കൊന്നും പറയാനും കണ്ടിരിക്കാനും പോലെ കഴിയൂല, അത്രക്കും അനാവശ്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ചാനലിലൊന്നും ആടിയാലും താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാനും തന്നെ വീഡിയോസ് കണ്ടു, പക്ഷെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ തന്നെ വെച്ച് പിന്നെ ബാക്കി മാത്രമേ അടിച്ചിട്ട് കണ്ടതാണ് കേട്ടോ. അവൾ കയറിയതും കേൾക്കാൻ അത്രക്കും നമ്മൾ കേട്ടിരിക്കാനും കൂടെ കഴിയില്ല. അതും ഈ പിന്നെ കുഞ്ഞു മക്കളെ ഇടയിൽ വെച്ചിട്ടാണ് അവൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അവർക്ക് അന്തം വിട്ടോ നമ്മൾ പിന്നെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മക്കളൊന്ന് ചിന്തിച്ചു പോട്ടെ, എന്തൊരുമ്മയെന്ന് തന്നെ ചിന്തിച്ചു പോകും. അത്രക്കും മോശം കാര്യങ്ങളാണ് ഇവൾ പറയുന്നത്. അത് കണ്ടിട്ട് തന്നെയാണല്ലോ മക്കളും കൂടെ വളരുക. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. പിന്നെ നിങ്ങൾക്ക് കേൾക്കണം കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവളെ ചാനലിൽ കയറി കണ്ടു നോക്കി കേട്ടോ. സജ്ജ സാരി എന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അവളെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കണം കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് നല്ല റീച്ചും കാര്യങ്ങളും കിട്ടും ചെയ്യുമല്ലോ, കുട്ടികളെ മക്കളെയും നോക്കാൻ. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ആലോചിച്ചാൽ എന്താണ്, പിന്നെ സാധാപം പാവം തന്നെ തോന്നും. പക്ഷെ ഇവൾ ഇങ്ങനെ ആയി പോണാണ് കേട്ടോ, ആക്കി തീർക്കണോ ആയി പോകണമൊക്കെയാണ് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ചാനലുണ്ട് എന്നുള്ളൊരു നല്ല ഏണിങ് നല്ല കാശിട്ടുണ്ട് എന്നുള്ളൊരു ഇതും ഉണ്ട് കേട്ടോ, ഒരു അഹങ്കാരം അതും ഉണ്ട് അവൾക്ക്. അതും കൂടെ ഒക്കെ പാടെ കൂടിയിട്ടുള്ളൊരു അവളെ അങ്ങനെ പറഞ്ഞു പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ മക്കളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉമ്മൂമ്മൻ്റെ വോയിസ് പിന്നെ പുറത്ത് വിട്ടതിനെ പറ്റിയിട്ടും അതേമാതിരിക്ക് ഒരു ചാനലുകാരെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്യുക, അതൊന്ന് കണ്ടോക്കിയേ ഇത് ബാക്കി പറയാം. ഉമ്മമാരുടെ വോയിസിൽ കുറേ നോണം വായി പൊളിച്ചാൽ നോണേ ആ വോയിസിൽ പറയുന്നുള്ളൂ. എല്ലാം നടന്ന കാര്യമല്ല. ഇമ്മ പോയത് ശരി തന്നെയാണ്. ഇമ്മാക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. കാരണം ഇമ്മമ്മയും ആരും ഇവിടെ സപ്പോർട്ട് തന്നെ, അതുകൊണ്ടാണ് ഇമ്മാക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാണ്ടിരുന്നത്. അതുകൊണ്ട് ഇമ്മാക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ തെറ്റായ തീരുമാനം എടുത്തത്. പിന്നെ അത് മനസ്സിലായപ്പോ വേണ്ട വെച്ചതാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞാൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇമ്മാനെ ഒഴിവാക്ക്, ഞങ്ങളെ മാത്രം നോക്കുന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവര് തെളിവ് കാണിച്ചേ ഞങ്ങള് സമ്മതിച്ചരാ. ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ആ വോയിസിൽ പറയണേ. ഞങ്ങള് ആ എന്റെ ഉമ്മാനെ വേണ്ട വയ്ക്ക്, ഞങ്ങളെ മാത്രമേ ഏറ്റെടുക്കുന്ന ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതാ എവിടെയെങ്കിലും? ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി ഈ കൈസ് ഇതൊക്കെ വോയിസ് ഇട്ട് ഇതൊക്കെ അത് അവരുടെ ജോലിയായിട്ട് അവരങ്ങനെ പോയിക്കോളും. പക്ഷെ അനുഭവിക്കണേ ഞങ്ങളാണ്. ഞങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ റിയാക്ഷൻ ചെയ്യുന്നവർക്ക് അത് അവന്റെ യൂട്യൂബർ ആക്കാരം, അവരുടെ യൂട്യൂബ് ആയിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല. അത് ഇത്രേ ഉള്ളൂ. അത് നിങ്ങളിപ്പോ നിങ്ങളുടെ ജോലി അയക്കാൻ ചെയ്യുന്നുണ്ടാവും. അവര് വോയിസ് ഇട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഇതിലിട്ടു, അതിൽ മുഴുവൻ നിങ്ങൾക്ക് അറിയോന്ന് വല്ലതും അറിയാം. നിങ്ങൾക്ക് അത്രയും കാര്യങ്ങള് നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ടതും അവരുടെ അതിന്റെ ഉള്ളിൽ നടന്ന വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയോ? ആർക്കും അറിയില്ല. പിന്നെ ഇറ്റ്സ് മീ കേസ് അവരെന്തറിഞ്ഞിട്ടാ സംസാരിക്കണേ, ആരാണ്ട് ചോദിക്കാണ്. ആ എന്റെ ഉമ്മമാന്റെ വോയിസ് ഇട്ടിട്ട് സംസാരിക്കണേ. അതിൽ വായി പൊളിച്ച പച്ച നോണ വരണേ. അടുപ്പില് വെള്ളം ഒഴിച്ചു. ഞങ്ങക്ക് പ്രാന്തല്ല, ഞങ്ങള് അന്ന് അടുപ്പില് ഉമ്മ ഒരു വട്ടം വെള്ളം ഒഴിച്ചു. കാര്യം അത്രയ്ക്കും സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് ഉമ്മ ഒഴിച്ചത്. കുട്ടി അവിടെ നിക്കാണ്, ഇവര് ഫുള്ള് ആളെയാണ് കത്തിച്ചിട്ട്. കുട്ടികള് അപ്പുറത്താണ് ഞങ്ങള് പാത്രം വെക്കാറ്, അവിടെ വെക്കാൻ പോയപ്പോ കുട്ടി തീക്ക് കൈപെടാൻ പോയി. അതിൽ ഉമ്മ വലിച്ചു. അതിൽ ഉമ്മാക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ആയില്ലേ ദേഷ്യം പറഞ്ഞിട്ടാണ് ഉമ്മ വെള്ളം ഒഴിച്ചത്. പിന്നെ അവര് കഞ്ഞി വെക്കാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചത് സ്വയം വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുറ്റിട്ടിട്ടാണ് അവര് ഗ്യാസിൽ വെള്ളം വെച്ചത്. അവര് ഞങ്ങള് ഗ്യാസിൽ വെള്ളം വെച്ച് ഞങ്ങള് ഒന്നും പാടില്ല. അവര് എന്തിനാണ് വെറുതെ അങ്ങനെ കാട്ടിയത്? സ്വയമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളെ വെള്ളം ഒഴിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലെ ഇട്ടിട്ട് ഗ്യാസ് എത്തിച്ചുണ്ടാക്കി. അത് ഞങ്ങക്ക് പറ്റിയില്ല. അതിൽ ഞാൻ പ്രതികരിച്ചു. അതെനിക്ക് കണ്ടപ്പോ പറ്റിയില്ല, ഞാൻ പ്രതികരിച്ചു. എത്തിങ്ങാല് നിക്കുമ്പോഴാണ് ഇമ്മ അങ്ങോട്ട് വിളിച്ചിന്. ആ സമയത്താണ് ഇവിടെ നിന്ന് വിളിച്ച് പറയണേ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി. ഇന്നലെ രാത്രി ഇമ്മ മാടാളെടുത്ത് വെട്ടാൻ വന്നു. അപ്പോ ഇങ്ങനെ നിങ്ങള് എത്തിങ്ങാലിൽ ഇങ്ങോട്ട് വരാൻ പറ്റും, ഒരു കുറച്ച് ദിവസം ലീവിന്, ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസൊക്കെ കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചു വരാൻ പറ്റുമോ ചോദിച്ചു. അതിൽ ഞാന് ആ ഉസ്താദിനെ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഫോൺ കട്ടാക്കി. ആ സമയത്താണ് ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടായത്. അവിടെ
അവിടെ എന്താണ് അമ്മായിന്റെ അവിടെയുള്ള ആ പ്രശ്നം ഉണ്ടായത്. ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അമ്മായിന്റെ അവിടുത്തെ ആ പ്രശ്നം. ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞ കാര്യം അവരെ കുറിച്ച് കുറ്റം പറയാന്ന് പറഞ്ഞിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം വലിയ പ്രശ്നം ഉണ്ടാവാൻ കാരണം പറഞ്ഞ എന്റെ ഉമ്മമാന്റെ അനിയത്തിന്റെ മകനിക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഉമ്മ 1 ലക്ഷം റുപ്യ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കയ്യിലല്ല കേട്ടോ കൊടുത്ത്, ഏജന്റ് വഴിയാണ് കൊടുത്തത്. ആ കൊടുത്തത് ഞങ്ങൾക്ക് വേണ്ടി ഉമ്മ അക്കൗണ്ടിൽ ഇട്ട് വെച്ച പൈസയാണ്. അപ്പോ അത് ഗൾഫിൽ പോയിട്ട് അയക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചു വന്നു. അപ്പൊ ഉമ്മ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീട്ടിന്റെ അങ്ങോട്ട് പോവാണ്, ചോദിക്കാൻ വേണ്ടി പോവാണ്. വേറൊരു പ്രശ്നത്തിനാണ് ചോദിക്കാൻ വേണ്ടി പോയതാണ് പൈസ. അപ്പോഴാണ് ഈ തല്ലൊക്കെ ഉണ്ടായത് അവിടെ വെച്ചിട്ട്. ഈ കൊടുത്ത അയക്കാന്റെ അനിയം ഉമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് വീട്ടിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായത്. അതാണ് തുടക്കം, പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ തുടക്കം അതാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് പ്രശ്നം. എന്നിട്ട് ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ആയത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഇമ്മമാനെ വീഡിയോടാൻ ചെയ്യുന്നത്. ഇമ്മമാനെയൊക്കെ ആരും ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോ പോലും ഞങ്ങൾ ഇട്ടിട്ടില്ല അവന്റെ. ഇപ്പൊ ഇടാൻ കാരണം പറഞ്ഞാലും ഇതാണ്, ഞങ്ങളെ മേലെ ഒരു ഇതുണ്ടാവാൻ പാടില്ല. എന്നിട്ട് ആ പ്രശ്നം നടന്നിട്ട് അപ്പോഴും ഇട്ടിട്ടില്ല. ഇവര് ഞങ്ങളെ വെറുപ്പിച്ച് ഇടിയിപ്പിച്ചതാണ്. അതാണ് കാരണം. കഴിഞ്ഞ മാസം 22-ാം തീയതി നടന്ന പ്രശ്നം കേട്ടോ ഇത്. ഇപ്പൊ ഉമ്മക്ക് ഇടാൻ കാരണം പറഞ്ഞാൽ ഇട് പറഞ്ഞിട്ട് വെറുപ്പിക്കാണ്. എനിക്ക് അത്ര ധൈര്യം ഇല്ലല്ലോ, എനിക്ക് വീഡിയോ ഇടാൻ ധൈര്യം ഉണ്ടോ പറഞ്ഞിട്ട് വെറുപ്പിച്ചിട്ടാണ് ഉമ്മ ഇട്ടത്. പിന്നെ കണ്ട റിയാക്ഷൻ വീഡിയോസുകാർക്ക് വേണ്ടിയിട്ട് നോണ പറഞ്ഞിട്ട് മൂട്ടിക്കുക, ഇതൊക്കെ കണ്ടപ്പോഴാണ് ഉമ്മ ഇട്ടത്. അല്ലാണ്ട് ഉമ്മക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. സ്വന്തം ഉമ്മാനെ ആരും ഇടില്ല, വെറുപ്പിക്കുക. അത്രയ്ക്ക് മനസ്സ് മുട്ടിക്കാൻ നോക്കണ അത്രയും മുട്ടിക്കുക. അതുകൊണ്ടാണ് ഉമ്മ ഇട്ടത്. അല്ലാണ്ട് ഉമ്മാക്ക് ഇടാൻ വലിയ താല്പര്യം ഒന്നും ഉണ്ടായിട്ടല്ല ഇട്ടത്. എന്റെ ഉമ്മാക്ക് ഭ്രാന്താണ് പറഞ്ഞിട്ട് കുറെ റിയാക്ഷൻ വീഡിയോസ് പറഞ്ഞിരുന്നു. ഭ്രാന്തൊന്നും ഈ ഇപ്പം മരിച്ചിട്ട് 6 മാസം 1 കൊല്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്കിയതാണ്, മാനസികമായിട്ട് തകർത്താണ് ഇവരെല്ലാവരും കൂടിയിട്ട്. അവര് എന്നിട്ട് അവന്റെ വീട്ടിലല്ലേ ഇതൊക്കെ ചെയ്തു പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി, അല്ലാണ്ട് സ്നേഹമുള്ളത് കൊണ്ടൊന്നല്ല കൊണ്ടുപോയിക്കണത്. എന്നിട്ട് പറയണ എന്താണ്, മരിച്ചോട്ടെ ചത്തോട്ടെ, എത്ര നേരം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കണെന്ന് അറിയോ? ചത്തോട്ടെ, എന്തിനാണ് വെറുതെ മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് അവര് ഇതാക്കിയത്. ഇമ്മാക്ക് അങ്ങനെ ഡിപ്രഷനിൽ പോയിട്ടാണ് ഉമ്മ അങ്ങനെ ചെയ്തത്, അല്ലാണ്ട് ഉമ്മാക്ക് ഒന്നും അറിഞ്ഞിട്ടല്ല ഉമ്മ ചെയ്തത്. അത്രയ്ക്കും വെറുപ്പിച്ചിട്ടാണ് ഉമ്മാനെ ഇവിടെ നിർത്തിണ്ടായിരുന്നത്. ഇപ്പൊ മരിച്ചിട്ട് ഈ കടം വാങ്ങിയ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിക്കുമ്പോ അത്രയും പൈസ കയ്യിലുള്ളപ്പോ തരാണ്ട് പേരമക്കളും ഇവരൊക്കെ വന്നപ്പോ വാരി കൊടുക്കുക. ഇതൊക്കെ കണ്ട പിന്നെ ഞങ്ങക്ക് സഹിക്കുവോ? അത് പറയും നിങ്ങള്. ഇതൊക്കെ കണ്ട ഞങ്ങക്ക് സഹിക്കില്ല. അത്രേനേ ഉള്ളു. ഞങ്ങക്ക് പറ്റില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിരിക്കും, ഞങ്ങക്ക് പറ്റില്ല. അത്രയും കടം എന്റെ ഇപ്പ അത്രയും കടാക്കിട്ടാണ് ഇവിടെ നിന്ന് പോയിക്കണേ. അതും എന്റെ ഉമ്മേനെ എല്ലാം വീട്ടിക്കണേ. 5-6 മാസം ഉമ്മ പണിക്ക് പോയിട്ടാണ് ഞങ്ങളിവിടെ നോക്കിയിട്ടുള്ളത്. ആ സമയത്ത് യൂട്യൂബ് ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു, ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നില്ല. ശ്രദ്ധ മുഴുവൻ ഞങ്ങൾ നോക്കല്, ഞങ്ങളാക്കല്, പണിക്ക് പോവുക, അത് തന്നെയായിരുന്നു ഉമ്മാക്ക്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ, നമ്മൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും കേട്ടോ അവള് പറയണമെന്നുള്ളത്. മക്കള് ഓരോ അങ്ങനെ ഇടയ്ക്ക് ഒരാൾ നോക്കണുണ്ട്, അങ്ങനെ തോന്നിപ്പോട്ടോ, എന്താ അറിയില്ല, അവൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പം എന്തായാലും പിന്നെ ഓരോ എല്ലാവരുണ്ടല്ലോ അവള് തെറി പറയുന്നതും അതേമാതിരി തന്നെ ഒരു ഡാൻസ് പറഞ്ഞ ഓരോ വീഡിയോസിലിട്ടതും അതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊട്ടും മനസ്സ് വരുന്നില്ല, നമ്മളെ ചാനലിൽ അങ്ങനെ ഇടാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. എന്ന് വെച്ചാൽ അവള് വോയിസ് തന്നെ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും പിന്നെ നമ്മളോളം ഒരേ പോലെ ആയി പോവും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അവളിങ്ങനെ റീച്ച് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഫസ്റ്റ് ഇങ്ങനെ 5 മക്കളാണ്, ഹസ്ബൻഡ് മരിച്ചാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ സഹതാപം കൊണ്ട് എല്ലാവരും വീഡിയോസ് ഇട്ടലും എല്ലാവരും റീച്ചാക്കി അങ്ങനത്തെ ഒക്കെ റീച്ചാക്കി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. ആകെല്ല പ്രശ്നം അല്ലേ. പിന്നെ അവളെ ലൈവിൽ ഓരോന്ന് കമൻറ്റ് സുഖമാണോ, വാട്സാപ്പിൽ ഇപ്പോൾ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞ് അതിൽ കുറേ കമൻറ്റ്. അപ്പോൾ അദ്ദേഹം ബാങ്ക് കൊടുത്തപ്പോണ്ടല്ലോ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ അവളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ക്രീമൊക്കെ ആയിട്ട്. ക്രീം അവൾ സ്വന്തം ഉണ്ടാക്കണാണോ ഇനി വേറെ എന്തോന്നും അറിയില്ല കേട്ടോ. ക്രീമൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് അതിലാണ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ സുഖാണോ, സജി സുഖാണോ, മറ്റാണോ മറിച്ചാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ഞാൻ പിന്നെ മോളാണോ മോനാണോ ആരൊന്നും അറിയില്ല കേട്ടോ, മക്കളാണോ അതോ ആണാണോ പെണ്ണോ ഒന്നും അറിയില്ല. അവളെ പിന്നെ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് കാരണം അതിന് കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ
കുറേ തെറിയൊന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊരാവശ്യത്തിന് അവരോട് ഇങ്ങനെ സുഖമാണോ മറ്റാണോ മറിച്ചാണോ എന്ന് ചോദിച്ചു പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, അവരെ വായിലിരിക്കുന്നത് കേൾക്കാൻ. അപ്പോൾ പിന്നെ എന്താ അറിയില്ല, അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു. അതിന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ വന്നിട്ട് കേട്ടോ. പിന്നെ അതേമാതിരിക്ക് തന്നെ അവൾ കുറേ പഴയ ഡ്രസ്സുകൾ അത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ ഒരുപാട് പിന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാന്നില്ല അവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒക്കെയാണ്. പിന്നെ ചിലർ വിശ്വസിക്കും, ചിലത് നല്ലത് തന്നെ ആയിരിക്കും, എന്താ അറിയില്ല. അപ്പോൾ എന്തായാലും അവൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ തെറി വിൽക്കുന്നതും അവർക്ക് കുറച്ച് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിന്നെ റീച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ കൂടുന്ന അങ്ങനെ എന്തെങ്കിലും മക്കളെ പാട്ടോ മക്കൾ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടായിരിക്കും നല്ലതല്ലേ. ഉമ്മനെങ്ങനെ ചീത്ത പറയലും ഒരു ഇതൊന്നും ആർക്കും പറ്റില്ല അങ്ങനെ. അപ്പോൾ എല്ലാം അവർക്ക് നല്ല പിന്നെ കമൻറ്റും ബാഡ് കമൻറ്റും അതേമാതിരിക്ക് തന്നെ എല്ലാം പിന്നെ എയറിൽ വരാനുള്ള അവസ്ഥയൊക്കെയാണ് കേട്ടോ. അത് അവൾ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് തോന്നുന്നത്. അവൾക്ക് നല്ല റീച്ച് കിട്ടണം, നല്ല കാശ് കിട്ടണം, ആ ഒരു ചിന്തയും മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണോ അതോ ദേഷ്യത്തിലാണോ എന്തൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒന്ന് ലൈവിൽ വന്നിട്ടാണെങ്കിലും ആരും തെറിയ പറയാതെയും ഇതിൽ നിൽക്കുക കേട്ടോ. പക്ഷെ ആരും ലൈവിൽ കയറാതെ നിന്നാൽ മതി. ലൈവിൽ കയറി സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വായിലിരിക്കുന്നത് ചിലപ്പം വേറെ രീതിയിലായിരിക്കും കേൾക്കുക. സുഖമാണെന്നോ മറ്റേ നല്ല വർത്താനൊന്നും അല്ലായിരിക്കും കേട്ടോ. ലൈവിലൊക്കെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കൽ 4 ആൾക്കാരുണ്ടാവും കേട്ടോ അവർക്ക് സപ്പോർട്ടായിട്ട് ലൈവിലും സുഖമാണോ മറ്റോ മറിച്ചോ ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളൊക്കെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 മക്കളെ കാര്യം തന്നെയാണ്. അവർ പിന്നെന്താണെന്ന് വെച്ചാൽ അവൾ ഈ പിന്നെ കൂടുതൽ റീച്ചും കാര്യങ്ങളും കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിയാക്ഷൻ ചാനലുകാരുണ്ടല്ലോ, ഉണ്ടല്ലോ അവർ നല്ല ഓളോ വീഡിയോസ് എടുത്തിട്ട് നല്ല പിന്നെ ഇടില്ലേ. അപ്പോൾ എല്ലാവരും കാണും, എല്ലാ സബ്സ്ക്രൈബേഴ്സും കാണും. അപ്പോൾ ഞാനും ഇടലുണ്ട് കേട്ടോ. നമ്മൾ ഓവർ കുറ്റവും കാര്യങ്ങളും ഓളോ ഇടുന്ന മുഴുവനായിട്ട് അങ്ങനെ ഒന്നും ഇടലില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഓരോ ഉമ്മാൻ്റെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോ വീഡിയോസിൽ കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ ആയി പോണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും ഞാൻ ഇട്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓളിടണം മുഴുവനായിട്ട് ഇടാനൊന്നും താല്പര്യമില്ല. പക്ഷെ ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നില്ല മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഓവർ വോയിസ് അങ്ങനെ കൊടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് വോയിസ് കൊടുത്ത് അങ്ങനെ ഒട്ടും പരിചയം കൂടുതലൊന്നും ഇല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഓളോ ഈ കാട്ടിൽ കൂട്ടിൽ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ സഹതാപം തോന്നും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാ ബാക്കിയെല്ലാം കൂടെ